السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിൽ നിന്ന് ബാബു മൻ തബറക ബിശജരിൻ ഔ ഹജരിൻ വനഹ്വിഹിമാ എന്ന ബാബാണ് നമ്മൾ വായിച്ചു വരുന്നത്. عن أبي واقد الليثي رضي الله عنه قال خرجنا مع رسول الله صلى الله عليه وسلم إلى حنين എന്ന് തുടങ്ങുന്ന ഹദീസാണ് അവസാനം നമ്മൾ വായിച്ചത്. അതിനു മുമ്പ് സൂറത്തു നജ്മിലെ കുറച്ച് ആയത്തുകൾ ഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ അത് നന്നായി പഠിച്ച ആരെങ്കിലും ഒരാൾ ഓതിയാൽ നന്നായിരിക്കും. أفرأيتم اللات والعزى أفرأيتم اللات والعزى تلك بها من سلطان بها ولقد بارك الله فيك. أبو واقد الليثي رضي الله عنه പറയുന്നു خرجنا مع رسول الله صلى الله عليه وسلم إلى حنين. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈനിലേക്ക് പുറപ്പെട്ടു, അഥവാ ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് ഫത്ഹു മക്കയ്ക്ക് ശേഷം നടന്നതാണ് ഹുനൈൻ യുദ്ധം. മുസ്ലിങ്ങൾ ഒരുപാട് പേർ അതിലുണ്ടായിരുന്നു. അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു പറയുന്നു, വനഹ്നു ഹുദസാഉ അഹ്ദിൻ ബികുഫർ. ഞങ്ങൾ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന് കുറച്ചു കാലമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വലിൽ മുശ്രിക്കീന, മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു സിദ്റത്തുൻ, ഒരു മരം, യഅകുഫൂന ഇൻദഹാ, അതിന്റെ അരികിൽ അവർ ഭജനമിരുന്നിരുന്നു, അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു. വയനൂതൂന ബിഹാ അസ്ലിഹതഹും, അവിടെ അവരുടെ ആയുധങ്ങൾ അവർ തൂക്കിയിട്ടിരുന്നു. യുഖാലു ലഹാ ദാതു അൻവാത്, ആ മരത്തിന്റെ പേരായിരുന്നു ദാതു അൻവാത്. അതിന്റെ അർത്ഥം തന്നെ തൂക്കിയിടാനുള്ളത് എന്നാണ്. ഫമറർന ബിസിദ്റ, അങ്ങനെ ആ മരത്തിന്റെ അടുത്തുകൂടെ ഞങ്ങൾ കടന്നുപോയ ഒരു മരത്തിന്റെ അടുത്തുകൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, വേറൊരു മരത്തിന്റെ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാതിൻ കമാ ലഹും ദാതു അൻവാത്. നബി, അവർക്ക് ഇങ്ങനെ തൂക്കിയിടാനുള്ള ഒരു മരം ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം അങ്ങ് ഏർപ്പെടുത്തി തന്നാലും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ ഇന്നഹ സുനൻ. അല്ലാഹു അക്ബർ, അഥവാ ഇങ്ങനെയുള്ള ശിർക്ക്, അത് ചേർക്കപ്പെടുന്നതിൽ നിന്ന് അല്ലാഹു എത്രയോ വലിയവനാണ്. അല്ലാഹു അക്ബർ ഇന്നഹ സുനൻ, ഇത് ചില ചര്യകളാണ്, പണ്ടേ ആളുകൾ ചെയ്ത ചില നടപടികളാണ്. ഖുൽതും, നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെ സത്യം, നിങ്ങൾ പറഞ്ഞത് കമാ ഖാലത് ബനു ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികൾ പറഞ്ഞതുപോലെയാണ്. ലി മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്താണ് അവർ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അല്ലാഹു സൂറത്തുൽ അറാഫിൽ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് പറയുകയാണ്, ഇജ്അൽ ലനാ ഇലാഹൻ, മൂസ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഏർപ്പെടുത്തി തരുമോ,
കമാലഹും ആലിഹ, അവർക്കും കുറെ ദൈവങ്ങളുള്ളതുപോലെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതർകബുന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുൻപുള്ളവരുടെ ചര്യ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും, അതിലേർപ്പെടുക തന്നെ ചെയ്യും. നാം തിർമിദി റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസാണ്. അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അബൂ വാഖിദ് എന്നത് ഒരു കുനിയത്താണ്, പേരല്ലല്ലോ. അബൂ വാഖിദ് എന്നത് പേരല്ല, കുനിയത്താണ്. ഉപ്പയിലേക്കോ അല്ലെങ്കിൽ ഇബിനിലേക്കോ, അബുലേക്കോ ഇബിനിലേക്കോ ഒക്കെ ചേർത്തി വിളിക്കുന്നതിനാണ് കുനിയത്ത് എന്ന് പറയുന്നത്. ഈ സഹാബിയുടെ പേര് അൽ ഹാരിസ് ഇബ്ൻ ഔഫ് എന്നാണ്. അൽ ഹാരിസ് ഇബ്ൻ ഔഫ്, ഹാരിസ് ഇബ്ൻ ഔഫ് എന്നാണ് അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹുവിന്റെ പേര്. മാത്രമല്ല ഈ ഹദീസ് തന്നെ, ഇതേ വിഷയം തന്നെ അബൂ സഈദുൽ ഖുദ്രി, അബൂ ഹുറൈറ തുടങ്ങിയ സഹാബിമാരിൽ നിന്നും റിവായത്ത് വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ്, അബൂ യഅല, ഇബ്നു അബി ശൈബ, നസായി തുടങ്ങിയവരൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൽ ഹാരിസ് ഇബ്നു ഔഫ് എന്ന അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 68-ാമത്തെ വർഷമാണ്. ഹിജ്റ 68-ാം വർഷം. ആ സഹാബിയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. എന്താണ് അവിടുന്ന് പറയുന്നത്? ഖറജ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ, ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, മുസ്ലിങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അവർ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ പിന്തിരിഞ്ഞോടി. ഒരുപാട് ആളുണ്ടായിരുന്നു എന്നതിൽ മുസ്ലിങ്ങൾക്ക് ഒരു സ്വയം ഒരു മതിപ്പ് തോന്നിയിരുന്നു. പക്ഷേ പ്രയോജനപ്പെട്ടില്ല, പിന്തിരിഞ്ഞോടി. പിന്നീട് അള്ളാഹു സഹായിക്കുകയും ആളുകൾ കാണാത്ത സൈന്യത്തെ അള്ളാഹു മുസ്ലിങ്ങളെ സഹായിക്കാൻ ഇറക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങൾ അവസാനം വിജയിക്കുകയും ചെയ്തു. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ ഒറ്റക്കായത്. അവിടുത്തെ വാഹനം പിടിച്ചിട്ട് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ ഇബ്നു ഹർബല്ല, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ അബൂ സുഫിയാൻ അല്ല, വേറെ അബൂ സുഫിയാൻ, സഹാബിമാരിൽപ്പെട്ട മറ്റൊരു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇങ്ങനെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇറങ്ങിയിട്ട് ഒറ്റക്ക് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, അന നബി ലാ കദിബ്, അന ഇബ്നു അബ്ദുൽ മുത്തലിബ് ലാ കദിബ്, ഞാൻ തന്നെയാണ് നബി, കളവല്ല, ഞാൻ തന്നെയാണ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ധീരത പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ പറയുകയുണ്ടായി. അത് ഹുനൈനിലാണ്. ഇങ്ങനെ നടന്ന ഹുനൈൻ, അതിലേക്കുള്ള യാത്രയിൽ ഈ സഹാബി പറയുകയാണ്, നഹ്നു ഹുദഥാഹു അഹ്ദിൻ ബികുഫർ, ഞങ്ങൾ കുഫറിൽ നിന്ന് വന്നിട്ട് കുറച്ചു കാലമേ ആയിട്ടുണ്ടായിരുന്നു. അതൊരു ഉസ്റാണ്, അതായത് അതൊരു ഒഴികഴിവാണ് സഹാബി പറഞ്ഞു. കാരണം ഇനി പറയാൻ പോകുന്ന സംഭവം നടക്കാനുണ്ടായ കാരണം അതാ എന്ന് പറഞ്ഞാൽ, ആ കൂട്ടത്തിലെ എല്ലാവരും, സഹാബത്ത് മുഴുവൻ അങ്ങനെയാണോ? അല്ല, മുമ്പേ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള സഹാബിമാർ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല. വലിൽ മുശ്രിക്കീന സിദ്റത്തുൻ, മുശ്രിക്കുകൾക്ക് ഒരു മരം ഉണ്ടായിരുന്നു. യഅകുഫൂന ഇൻദഹ, അതിന്റെ അരികിൽ അവർ യഅകുഫൂൻ എന്ന് പറഞ്ഞു. അകഫ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അൽ ഇഖാമത്തു അല ശൈഇ ഫിൽ മകാൻ, ഒരു വസ്തുവിനെ ചുറ്റിപ്പറ്റി അവിടെ ഇങ്ങനെ കഴിയലാണ്. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് ചോദിച്ചു, മാ ഹാദിഹി തമാസീലു അല്ലതി അൻതും ലഹാ ആകിഫൂൻ, മാ ഹാദിഹി തമാസീലു അല്ലതി അൻതും ലഹാ ആകിഫൂൻ, എന്താണ് ഈ തമാസീൽ, ഈ ബിംബങ്ങൾ, ഈ രൂപങ്ങൾ. അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ, ആ വാക്കാണിത്, അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ അവിടെ ഉഖൂഫ് നടത്തുന്നു. എന്താണ് ഉഖൂഫ് എന്ന് പറഞ്ഞാൽ? അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി അവിടുത്തെ വർക്കിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കഴിയുക, അതിനാണ് ഉഖൂഫ് എന്ന് പറയുക. ഏതുപോലെ ദർഗകളിലൊക്കെ ചുറ്റിപ്പറ്റി ഇന്ന് ഇങ്ങനെ കഴിയുന്ന ആളുകളുണ്ട്. ദർഗയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക, അവിടുത്തെ ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ട്. അതുപോലെ ശിർക്കിന്റെ കേന്ദ്രങ്ങളിൽ അങ്ങനെ ഉണ്ടാവും. അത് തബറുകം ബിഹാ വ തഅളീമൻ ലഹാ, അതിന്റെ അവിടുത്തെ ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ട് അതിനെ ആദരിച്ചിട്ട്. ഇങ്ങനെയായിരുന്നു മുശ്രിക്കുകൾ. ഇതുപോലെയാണ് ഈ മരത്തിനെ
ചുറ്റിപ്പറ്റി കഴിഞ്ഞിരുന്നത്. അവിടെ അവരുടെ ആയുധങ്ങൾ അവർ തൂക്കിയിട്ടിരുന്നു. അങ്ങനെ തൂക്കിയിട്ട് ആ ആയുധം എടുത്ത് യുദ്ധം ചെയ്താൽ വിജയിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അതിൽ നിന്ന് ബറക്കത്തെടുക്കുകയാണ്. സമാനമാണ് ലാത്തയുടെ ഉസ്സയുടെയും കഥ. അവരുടെ ആ ബിംബങ്ങൾ അതിന്റെ അടുത്ത് പോയി ഇങ്ങനെ കരുതുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയാണ്, ഒരു മരത്തിന്റെ അടുത്തൂടെ പോയപ്പോൾ നബിയെ അവർക്കുള്ളതുപോലെ ഒരു മരത്തെ ഞങ്ങൾക്കും ഏർപ്പെടുത്തി തന്നാലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ മറുപടി എന്താണ്? ഇത് മൂസാ നബിയോട് ബനു ഇസ്രായേലർ പറഞ്ഞതുപോലെ. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്രായേലിന്റെ മക്കൾ, സന്താന പരമ്പരയാണ്. ഇസ്രായേൽ എന്നത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പേരാണ്. ഇസ്രായേൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ്, അവിടുത്തെ മകൻ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ മക്കളും സന്താന പരമ്പരയുമാണ് ബനു ഇസ്രായേൽ. ബനൂൻ എന്ന് പറഞ്ഞാൽ ഇബിൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ബനൂൻ. അബ്ന എന്നൊരു ബഹുവചനമുണ്ട്, ജംഉണ്ട്. അതുപോലെ മറ്റൊരു ജംആണ് ബനൂൻ, മക്കൾ. അത് ഇസ്രായേലിലേക്ക് ചേർത്ത് വിളിക്കുമ്പോൾ ആ നൂന് ഒഴിവാക്കിയിട്ടാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുള്ള നബിമാരെല്ലാം വന്നിട്ടുള്ളത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഒഴികെ. അതുപോലെ ഇസ്ഹാഖ് നബി യാക്കൂബ് നബിയുടെ ഉപ്പയാണല്ലോ. ഇസ്ഹാഖ് നബിയും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും ബനു ഇസ്രായേലിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു അവരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിൽ നാം നബിമാരെ ഏർപ്പെടുത്തി, രാജാക്കന്മാരെ ഏർപ്പെടുത്തി. യാ ബനി ഇസ്രായേൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. ബനു ഇസ്രായേലരെ നിങ്ങൾ ഓർക്കുക എന്റെ നിഅമത്ത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന എന്റെ നിഅമത്ത് ഓർക്കുക. വഅന്നി ഫദ്ദൽതുകും, ഞാൻ നിങ്ങൾക്ക് ഫദ്ൽ നൽകിയിരിക്കുന്നു, ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അലൽ ആലമീൻ, ജനങ്ങൾക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹു ഫദ്ൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മുകളിൽ മുഹമ്മദ് നബിക്ക് മുകളിലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മുകളിലുള്ള ഫദ്ൽ അല്ലത്, എന്ന് താഴെയാണ്. അഫ്ദലുൽ ഉമ്മ ആരാണ്? ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഖൈറായ ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ, അഥവാ റസൂലുള്ളാഹിന്റെ വിളിക്കുത്തരം നൽകിയ മുസ്ലിങ്ങളായ ആളുകളാണ്. എന്നാൽ അള്ളാഹു അവർക്ക് ഒരുപാട് ശ്രേഷ്ഠത നൽകിയിരുന്നു. അവരിലേക്ക് അള്ളാഹു ഒരുപാട് നബിമാരെ അയച്ചു. അവരിൽപ്പെട്ട നബിയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി, ഹാറൂൻ, അതുപോലെ ഈസ, സക്കരിയ, യഹ്യ, സുലൈമാൻ, ദാവൂദ്, അയ്യൂബ്, ദുൽകിഫിൽ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നബിമാർ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ഒരുപാട് നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയച്ചിരുന്നു. അത് അവർക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്താണ്. അവരുടെ ഈ കുലമഹിമയിൽ അഭിമാനം കൊണ്ടിരുന്നു. അതുകൊണ്ട് കൂടിയാണ്, അത് കൂടിപ്പോയിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിക്കാത്തത്. കാരണം അവർ പ്രതീക്ഷിച്ചത് അവരിൽ ബനു ഇസ്രായേലിലാണ് അവസാനത്തെ നബി വരിക എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതായില്ല. വന്നത് അവർ ഉമ്മിയീങ്ങളായി കണ്ട, അവരക്ഷരമറിയാത്ത, കിതാബ് അറിയാത്ത ആളുകളായി കണ്ട അറബികളിലാണ്. അവരെന്താണ് വിളിച്ചത്? ഉമ്മിയൂൻ, അക്ഷരം അറിയാത്ത ആളുകൾ, അഥവാ കിതാബ് അറിയാത്ത ആളുകൾ. അറബികൾ അക്ഷരം പഠിച്ചാലും ശരി, ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉമ്മിയാണ്. കാരണം അവൻ എന്തറിയില്ല? കിതാബ്, അള്ളാഹു ഇറക്കിയ കിതാബ് തൗറാത്തും ഇഞ്ചീലും അവൻ പഠിച്ചിട്ടില്ല. മാത്രമല്ല അവർ വിശ്വസിച്ചിരുന്നു ഈ അറബികളെ നമുക്ക് പറ്റിക്കാം, അള്ളാഹിന്റെ അടുത്ത് കുറ്റമില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതാണ് അള്ളാഹു പറഞ്ഞത്, ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഉമ്മീങ്ങളിൽ അവരെ ഞങ്ങൾ വഞ്ചിച്ചാൽ നമുക്ക് അള്ളാഹിന്റെ അടുക്കൽ കുറ്റം ഉണ്ടാവില്ല. അള്ളാഹിന്റെ പേരിൽ അവർ കെട്ടിപ്പറഞ്ഞതാണ്, കളവ് പറഞ്ഞതാണ്. ഇങ്ങനെ ഉള്ള ആളുകളാണ് ബനു ഇസ്രായേൽ. അവരാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, അവർക്ക് അള്ളാഹു പല കാലത്ത് നിന്യത നൽകിയിട്ടുണ്ട്. പല ആളുകളെ അള്ളാഹു അവരെ അടിച്ചമർത്തുന്നതായിട്ട് അയച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ ഉണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. യഹൂദികൾ അവർ ബനു ഇസ്രായേലിനാണ്. അതുകൊണ്ടാണ് അവർ ഫലസ്തീനിൽ നിന്ന്
മുസ്ലിമീങ്ങളെ അറബികളെ ആട്ടി പുറത്താക്കിയിട്ട് ദുൽമിന് മുകളിൽ ഒരു നാട് കെട്ടിയുണ്ടാക്കിയിട്ട് ആ നാടിന് ഇസ്രായേൽ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. എന്താ അത്? ഉപ്പയായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര്. അത് ഒരിക്കലും ആ നാടിന് ആ പേര് യോജിക്കുകയില്ല. മഹാനായ പ്രവാചകന്റെ പേര് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും അവരുടെ നാടിന് യോജിക്കാത്ത പേരാണ്. അവരിട്ടത് ആ പേരാണ്. അവരതിനാണ് അഭിമാനിക്കുന്നത്. അവരുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? അത് ഇബ്രി അഥവാ ഹീബ്രു ഭാഷയാണ്. ഇസ്രായേലിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹീബ്രു ആണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എത്ര ആയത്തുകളിലാണ് അവരെ ആക്ഷേപിച്ചു പറഞ്ഞിട്ടുള്ളത്. എത്ര ആയത്തുകളിലാണ് അള്ളാഹു അവരെ താക്കീത് ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവർക്ക് ശാപമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് അവരുടെ ശതമാനം വളരെ കുറവാണ്, എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷേ ആ ഉമ്മത്ത് കൊണ്ടുണ്ടാകുന്ന ദുർ വളരെ വലുതാണ്. മസീഹു ദജ്ജാലിനെ കാത്തിരിക്കുന്ന ആളുകളാണ് അവർ. മസീഹു ദജ്ജാൽ പുറപ്പെട്ടാൽ അവന്റെ പിന്നിൽ അണിനിരക്കുന്ന സൈന്യമാരാണ് യഹൂദികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബനൂ ഇസ്രായേലർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, അവരെ അള്ളാഹു കടൽ പിളർത്തി ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി വേറൊരു നാട്ടിലെത്തിച്ച ശേഷം അവർ കാണുകയാണ് ഒരു ഖൗമിനെ അവരുടെ ബിംബത്തിന് ചുറ്റും ഇങ്ങനെ ഭജനമിരിക്കുന്നതായി. അപ്പൊ കണ്ടപ്പോ മൂസാ നബിയോട് ചോദിക്കുകയാണ്, മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഉള്ള ഇലാഹുകളെ പോലെ ഞങ്ങൾക്കൊരു ഇലാഹിനെ ഏർപ്പെടുത്തി തരുന്നൂടെ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ ഇന്ന ഹൗലാഇ മുതബ്ബറുൻ മാ ഹും ഫീഹി വബാതിലുൻ മാ കാനൂ യഅമലൂൻ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് മറുപടി പറഞ്ഞു. അതുപോലത്തെ വാക്കാണ് നിങ്ങൾ ഈ ചോദിച്ചത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. നോക്ക് നിങ്ങൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് എന്തിനാണ്? അള്ളാഹുവിങ്കൽ ഈ പ്രവർത്തനം കൊണ്ട് നമുക്ക് അടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. അള്ളാഹുവിങ്കൽ ഇത് ഞങ്ങൾക്ക് ഹൈറാകുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അത് ശിർക്കിലേക്ക് എത്തുന്ന പ്രവർത്തനമാണ്. അപ്പൊ അതിൽ വ്യക്തമായ തെളിവുണ്ട്. ചില ആളുകൾ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തെറ്റ് ചെയ്യും, പക്ഷെ അവന്റെ വിചാരം എന്തായിരിക്കും? ഇത് അള്ളാഹിന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നതാണ്. അതിന് ഈ ഹദീസിൽ സുവ്യക്തമായ തെളിവുണ്ട്. ചില ആളുകൾ വിചാരിച്ചേക്കും അള്ളാഹിന്റെ അടുത്തേക്ക് അടുക്കുന്ന പ്രവർത്തനമാണിതെന്ന്. അള്ളാഹുവിന്റെ അമ്പിയായിനോട്, അവന്റെ ഔലിയായിനോട് ഇസ്തിഗാസ നടത്തുക, അവരോട് സഹായം തേടുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണെന്ന് വിചാരിച്ചേക്കും. പക്ഷേ അള്ളാഹുവിങ്കൽ ഏറ്റവും വെറുപ്പുള്ള പ്രവർത്തനമായിരിക്കും അത്. അങ്ങനെ ഒരാളുടെ ലന്ന് ശരിയാവുമെങ്കിൽ അള്ളാഹു പറഞ്ഞു, ഹക്ക് അവരുടെ ഹവക്കനുസരിച്ചിട്ടായിരുന്നെങ്കിൽ ആകാശങ്ങളും ഭൂമിയും തകർന്നു പോയേനെ. ആളുകൾക്ക് തോന്നിയ അനുസരിച്ചിട്ടല്ല ഹക്കുണ്ടാവും. മറിച്ച് ഹക്കെന്നാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. ഓരോരുത്തർക്ക് തോന്നിയതനുസരിച്ച് അതൊക്കെ ഹക്കാകാൻ ഒരിക്കലും തരമില്ല. അപ്പൊ ഇതിന് വളരെ വ്യക്തമായ തെളിവ് ഈ ഹദീസിനുണ്ട്. എന്തിന്? ഒരാൾ ചിലപ്പോൾ ഖൈറാണെന്ന് വിചാരിച്ചേക്കും, യഥാർത്ഥത്തിൽ അത് അവന് ഷർറായിരിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞ സഹാബത്ത്, ഇവരൊക്കെ സഹാബിമാരാണ്. അവർക്കാണ് ഈ അബദ്ധം പറ്റിയതെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്താണ്. അതുപോലെ അവരിലെ മുൻപേ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്കല്ല, പുതുതായി വന്ന ആളുകൾക്കാണ്. അവർക്കാണിത് പറ്റിയതെങ്കിൽ അവരെക്കാളും ജഹാലത്തിൽ, അറിവില്ലായ്മയിൽ, ഇരുട്ടിൽ അവരുമായി കാലം ഒരുപാട് കഴിഞ്ഞ ഇക്കാലത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അത് സംഭവിക്കാൻ എന്തുകൊണ്ടും സാധ്യത കൂടുതലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം ഈ ഹദീസിൽ നിന്ന്. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അള്ളാഹ് ബാക്കി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് മസായിലായി പറയുമ്പോൾ കൂടുതൽ വ്യക്തമാവും. അവിടുന്ന് പറയുകയാണ്, റഹിമഹുല്ലാഹ് ഫീഹി മസായിൽ, ഇതിലുള്ള ഗുണപാഠങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന്, നമ്മളിപ്പോൾ ഇതുവരെ വായിച്ച ആയത്തുകളിൽ നിന്നും ഈ ഹദീസിൽ നിന്നും. അൽ ഊല, ഒന്ന് തഫ്സീറു ആയത്തിൻ നജ്ം, തഫ്സീറു ആയത്തിൻ നജ്ം, സൂറത്തു നജ്മിലെ വന്നജ്മി ഇദാ ഹവാ എന്ന് തുടങ്ങുന്ന സൂറത്തിലെ നമ്മളിപ്പോൾ ഓതിയ ആയത്തുകളുടെ തഫ്സീർ നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى അലകും الذكر وله الأنثى തിൽക ഇദൻ ഖിസ്മത്തുൻ ضيزى എന്ന് തുടങ്ങുന്ന ആയത്തുകളുടെ തഫ്സീർ.
രണ്ട് മഅരിഫത്തു സൂറത്തിൽ അംരില്ലദി തലബു, മഅരിഫത്തു സൂറത്തിൽ അംരില്ലദി തലബു, മഅരിഫത്തു അറിയൽ, സൂറത്തിൽ അംർ ആ കാര്യത്തിന്റെ രൂപം. ഏത് കാര്യം? അല്ലദി തലബു അവരാവശ്യപ്പെട്ട കാര്യത്തിന്റെ രൂപം. അവരെന്താ ആവശ്യപ്പെട്ടത്? ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു മരം ഏർപ്പെടുത്തി തരണം എന്നല്ല, മറിച്ച് വാൾ തൂക്കിയിടാൻ അവർ ഉപയോഗിക്കുന്ന ഒരു മരം പോലെ ഞങ്ങളെ ആയുധങ്ങൾക്ക് ബർക്കത്ത് കിട്ടാൻ തൂക്കിയിടാൻ ഒരു മരം ഏർപ്പെടുത്തി തരണം എന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. മാത്രമല്ല അവർ സ്വന്തം പോയി ചെയ്തതുമില്ല, നബിയോട് പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നാലും. അപ്പോ ആ രൂപം ചിന്തിച്ചു നോക്ക്, യാതൊരു ഇൽമുമില്ലാതെ ഒരു തെളിവില്ലാതെ ഇങ്ങനെയുള്ള തബറുക്ക് ബറക്കത്തെടുക്കലും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നവന്റെ സ്ഥിതി എന്താണ്? ഇവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇതാണെങ്കിൽ റസൂലുള്ളാഹിനോട് ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരൂ എന്ന്, അത് ശരിയാണെങ്കിൽ ഏർപ്പെടുത്തി തരൂ എന്നാണല്ലോ അതിന്റെ അർത്ഥം, എന്ന് പറയുന്ന ആളുകളും ഒരു ബുർഹാൻ ഒരു തെളിവില്ലാതെ ഞങ്ങൾ പണ്ടുകൊണ്ടേ കണ്ടതാണ് എന്ന് പറഞ്ഞ അവരുടെ ആബായിനെ കുറിച്ചുള്ള ഹുസ്നുദ്ദന്ന് മാത്രം വിഡ്ഢികളായ, ഒന്നും പഠിക്കാത്ത, ഹിദായത്തിൽ ആകാത്ത അവരുടെ ചില പൂർവ്വപിതാക്കന്മാർ, അതങ്ങോട്ട് എത്തുകയില്ല, കുറച്ച് തലമുറ കഴിഞ്ഞാൽ അവസാനിക്കും. സഹാബത്തിലോ താബികളിലോ ചെന്ന് മുട്ടുന്നതല്ല പാരമ്പര്യം, മറിച്ച് കുറച്ച് വിവരമില്ലാത്ത ജഹാലത്തിൽ കഴിഞ്ഞ അവരുടെ ഉപ്പാപ്പമാരിൽ എത്തുന്ന പാരമ്പര്യം. അത് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇല്ലാത്ത ദീനിലെ കാര്യങ്ങൾ ചെയ്യുന്നവരവസ്ഥ എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെ ചോദിച്ചവരോട് ഇതാണെങ്കിൽ, അത്താലിസ മൂന്നാമത്തേത് കൗനുഹും ലം യഫഅലൂ, കൗനുഹും അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവരായിരുന്നു ലം യഫഅലൂ, അത് ചെയ്തിട്ടില്ല. ചെയ്തതിന് ശേഷമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിന്നെ ചെയ്യുന്നതിന് മുമ്പാണ്. ചെയ്യുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് അവരോട് പറഞ്ഞതെങ്കിൽ, നിങ്ങൾ ഖുൽതും വല്ലദീ ബഅസനി വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത് ബനൂ ഇസ്രായീൽ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അല്ലാഹുവാണ് നിങ്ങൾ പറഞ്ഞത് മൂസാ നബിയോട് ഖൗം പറഞ്ഞതുപോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ചെയ്യുന്നതിന് മുമ്പേ എങ്കിൽ അത് ചിന്തിക്കേണ്ടതാണ്. റാബിഅ നാലാമത്തേത് കൗനുഹും ഖസദു, കൗനുഹും അവരായിരുന്നു ഖസദു അവർ ഉദ്ദേശിച്ചത് അത്തഖറുബ ഇലല്ലാഹി ബിദാലിക്, ഈ പ്രവൃത്തി കൊണ്ട് അള്ളാഹിന്റെ അടുത്തേക്ക് അടുക്കണമെന്നാണ് അവർ ഉദ്ദേശിച്ചത്. അള്ളാഹുവിലേക്ക് അടുക്കണമെന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഒരിക്കലും അള്ളാഹിന്റെ ശിക്ഷ കിട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞത്? അല്ല. അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങൾ അകറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. അള്ളാഹുവിലേക്ക് അടുക്കണം. അതിന് മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പോലെ വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് അവർ പറയുന്നു ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിലുള്ള ശുപാർശക്കാരാണ്. സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞു, മുശ്രിക്കുകൾ പറഞ്ഞതായി, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിൽ ഞങ്ങൾ അടുപ്പിക്കാനല്ലാതെ ഞങ്ങൾ ഇവരെ ഇബാദത്ത് ചെയ്യുന്നില്ല. അള്ളാഹുവിൽ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ഇബാദത്ത് ചെയ്യുന്നില്ല. പക്ഷെ അള്ളാഹു ആയത്തിന്റെ അവസാനം പറഞ്ഞ എന്താണ്? ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, കളവ് പറയുന്ന കാഫിറിനെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞവനെയാണ് അള്ളാഹു കഫാർ എന്ന് വിളിച്ചത്. ആരെ? ഞങ്ങൾ ഇവരെ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹിന്റെ അടുത്തേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് എന്ന് പറഞ്ഞവനെ. അപ്പോ ഇങ്ങനെ അള്ളാഹിലേക്ക് അടുക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. ലിളന്നിഹിം അന്നഹു യുഹിബ്ബുഹു, അവരുടെ ഊഹം കാരണത്താൽ. കാരണം അവർ ഊഹിച്ചത് അന്നഹു യുഹിബ്ബുഹു, അള്ളാഹു ഇത് ഇഷ്ടപ്പെടുമെന്നാണ്, അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമുള്ള പ്രവൃത്തിയാണ് എന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ അതൊന്നും ഒരു ന്യായമല്ല എന്നിതിന്ന് മനസ്സിലാക്കാം. ശിർക്കിൽ അകപ്പെട്ടിട്ടുണ്ടോ, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുപോലെ അള്ളാഹിന്റെ അടുത്തേക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇതൊന്നും ന്യായമല്ല, ഇതൊന്നും യാതൊരു നിലക്കും ന്യായമല്ല. അത് പണ്ടത്തെ ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഖാമിസ അഞ്ചാമത്തത് അന്നഹും ഇദാ ജഹിലു ഹാദാ ഫഗൈറുഹും ഔലാ ബിൽ ജഹൽ, അന്നഹും അവർ ഇദാ ജഹിലു അവർ ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇദാ ജഹിലു ഹാദാ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഫഗൈറുഹും എങ്കിൽ അവരല്ലാത്ത ആളുകൾ ഔലാ ബിൽ ജഹൽ അവരാണ് അറിയാതിരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ആളുകൾ. റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ചില ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിൽക്കാലക്കാരായ ആളുകൾക്ക് ഇത് മനസ്സിലാകാതിരിക്കാൻ സാധ്യത എന്തുകൊണ്ടും കൂടുതലാണ്. അതുപോലെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ ശൈഖ് പറഞ്ഞതിൽ നിന്ന് ആളുകൾ ഒരുപാട് ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും വഞ്ചിതനായി പോകാൻ പാടില്ല. അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞു, വഇൻ തുതിഅ അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്. നീ ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെ പിൻപറ്റിയാൽ അവർ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ വഴിതെറ്റിച്ച് കളയും. സുബ്ഹാനല്ലാഹ്. വഇൻ തുതിഅ അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്. നീ ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെ പിൻപറ്റിയാൽ അവർ നിന്നെ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് കളയും. അതുപോലെ അള്ളാഹു പറഞ്ഞു, വലാ തുഅജിബുക കസ്റത്തുൽ ഖബീസ്. വൃത്തികേട് ഒരുപാടുണ്ട് എന്നത് നിന്നെ അത്ഭുതപ്പെടുത്തരുത്. അതിൽ നീ പെട്ടുപോകരുത്, അതിൽ നീ വഞ്ചിതനാകരുത്. ചില ഷർറ് ഒരുപാടുണ്ടാകും, ഖൈർ കുറച്ചായിരിക്കും. പക്ഷേ കൂടുതലുണ്ട് എന്നതുകൊണ്ട് അത് ഖൈറാവുകയില്ല, ഹക്കാവുകയില്ല. സഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ളതുപോലെ അൽ ജമാഅതു മാ വാഫഖൽ ഹഖ വഇൻ കുൻത വഹ്ദക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് രക്ഷപ്പെടും എന്ന് പറഞ്ഞ 73-ൽ ഒന്നായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കക്ഷി ഏതാണ്? അൽ ജമാഅ. ആ ജമാഅത്ത് ഏതാണ്? മാ വാഫഖൽ ഹഖ. ഹക്കിനോട് യോജിച്ചത് എന്താണോ അതാണ്. വഇൻ കുൻത വഹ്ദക്. നീ ഒറ്റക്കായിരുന്നാലും നിന്റെ കയ്യിൽ ദലീലുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹഖിതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹഖിതാണ്, സഹാബത്ത് ജീവിച്ച ദീൻ ഇതാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആര് നിനക്കെതിരായിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് നിനക്കാണ് അള്ളാഹു വിജയം നൽകുക. ഇസ്ലാമിൽ അള്ളാഹു 2 നിലക്ക് വിജയം നൽകും. ഒന്ന് ദലീൽ കൊണ്ട്, തെളിവ് കൊണ്ടുള്ള, ഹുജ്ജത്ത് കൊണ്ടുള്ള വിജയം. രണ്ടാമത്തത് കായികമായ വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക കാലഘട്ടത്തിൽ കായികമായി എന്ന് പറഞ്ഞാൽ അവരുടെ അധികാരത്തിന് കീഴിൽ, മുശ്രിക്കുകളുടെ അധികാരത്തിനും മുശ്രിക്കുകളുടെ സൈത്തറത്തിനും അവരുടെ ഭരണത്തിനൊക്കെ കീഴിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും ഹുജ്ജത്ത് കൊണ്ടുള്ള വിജയമാർക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. പിന്നീട് മദീനയിലെത്തി കുറെ കാലം കഴിഞ്ഞ ശേഷം അള്ളാഹു കായികമായും മുസ്ലിങ്ങൾക്ക് വിജയം നൽകി. അപ്പോഴും ഹുജ്ജത്ത് കൊണ്ടുള്ള വിജയമാർക്ക് തന്നെ, മുസ്ലിങ്ങൾക്ക് തന്നെ. അപ്പൊ ഇതിലൊരു വിജയം എല്ലാ കാലത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഹുജ്ജത്ത് കൊണ്ടുള്ള, തെളിവ് കൊണ്ടുള്ള വിജയം അത് എല്ലാ കാലത്തും ഉണ്ടാവും. ഇൽമു കൊണ്ടുള്ള വിജയം അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹി വഹും അലാ ദാലിക്. മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത സഹീഹുൽ ബുഖാരിയിലെ പ്രസിദ്ധമായ ഹദീസാണ്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ഹഖിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും, അവരെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. മൻ ഖദലഹും, അവരെ കൈവിട്ടവർക്കോ, വലാ മൻ ഖാലഫഹും, എതിരിട്ടവർക്കോ. ഖദല എന്ന് പറഞ്ഞാൽ പിടിച്ച കൈ ഒഴിവാക്കി പോകണം. അപ്പൊ കൂടെ ഉണ്ടായിട്ട് പിന്നെ വഞ്ചിച്ചു പോകുന്ന ആളുകൾക്കോ, വലാ മൻ ഖാലഫഹും, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, നേരെ എതിരായി വന്ന ശത്രുക്കൾക്കോ അവരൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല ഹുജ്ജത്ത് കൊണ്ട്, തെളിവ് കൊണ്ട്. പക്ഷേ ശാരീരികമായോ കായികമായോ ഉള്ള പരാജയം ചില സമയത്തുണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾക്കുള്ള പരാജയമല്ല, അവർക്കുള്ള വിജയവുമല്ല. ഹത്താ യഅതിയ അംറുല്ലാഹി വഹും അലാ ദാലിക്, അള്ളാഹു അവന്റെ കൽപ്പനയുമായി, അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ. ഇത് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഹക്കിന് അതിന് എല്ലാത്തിനേക്കാളും വലിയ വിലയുണ്ട്, എല്ലാത്തിനേക്കാളും വലിയ ശക്തിയുണ്ട് ഹക്കിന്. അത് നൽകുന്ന തുമഅനീന, അത് നൽകുന്ന ആശ്വാസം അത് വളരെ വലുതാണ്. അള്ളാഹു മുൻപുള്ള സമുദായങ്ങൾക്ക്, പഴയകാല നബിമാരുടെ സഹാബത്തിന് നൽകിയിട്ടുള്ളതുപോലെ ആളുകൾ കുറെ ബാത്തിലാണ്, വിവരക്കേടിലാണ് എന്നത് കണ്ട് വഞ്ചിതരായി പോകാൻ പാടില്ല. അസാദിസ്, 6-ാമത്തത്, അന്ന ലഹും മിനൽ ഹസനാതി വൽ വഅദി ബിൽ മഗ്ഫിറതി മാ ലൈസ ലിഗൈരിഹിം. അന്ന ലഹും, അവർക്കുണ്ട്, അഥവാ സഹാബത്തിനുണ്ട്, മിനൽ ഹസനാത്ത്, നന്മകൾ, വൽ വഅദ് ബിൽ മഗ്ഫിറ,
മഗ്ഫിറത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സഹാബത്തിന് മാ ലൈസ ലിഗൈരിഹിം, അവരല്ലാത്ത ആളുകൾക്കില്ലാത്തത് എന്ന് പറഞ്ഞാൽ സഹാബത്തിന് മറ്റുള്ളവർക്കില്ലാത്ത വാഗ്ദാനം, പാപമോചനം കൊണ്ടുള്ള വാഗ്ദാനം അള്ളാഹു നൽകിയിട്ടുണ്ട്. നന്മ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റി, റസൂലുള്ളാഹിനെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേട്ട് അവിടുന്ന് കൊണ്ടുവന്ന ദീനിൽ വിശ്വസിക്കാനുള്ള ഭാഗ്യം, അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് അള്ളാഹു അവരെ തെരഞ്ഞെടുത്ത് കൊടുത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയുടെ സഹാബത്താകാൻ അവരെ തെരഞ്ഞെടുത്തതാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഖിയാർ, ഏറ്റവും നല്ല ആളുകളാരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ് റളിയല്ലാഹു അൻഹും. അവരിൽപ്പെട്ട ആ സമയത്ത് പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്. അതോടൊപ്പം ഇത്രയും നന്മയും ഇത്രയും അള്ളാഹുവിന്റെ വാഗ്ദാനവും ഉണ്ടായിട്ടും ഈ പറഞ്ഞ വാക്ക് അത് പോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. മറിച്ച് ശക്തമായി റസൂൽ അവരെ വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതുപോലെ മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്ന് നബിയോട് പറഞ്ഞ ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന്റെ സമനാക്കിയോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, നീ പറയ അള്ളാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ അസാബിഅ, ഏഴാമത്തത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഅ്ദുർഹും ബൽ റദ്ദ അലൈഹിം ബിഖൗലിഹി അല്ലാഹു അക്ബർ ഇന്നഹ സുനൻ ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ഫഗലുദ അൽഅംറു ബിഹാദിഹി الثلاث. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉദ്ർ കൊടുത്തില്ല, പോട്ടെ എന്ന് പറഞ്ഞില്ല. ബൽ റദ്ദ അലൈഹിം ബിഖൗലിഹി, മറിച്ച് നബി അവരോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലാഹു അക്ബർ. ചില റിവായത്തുകൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു ഉണ്ട്, ചിലതിൽ അല്ലാഹു അക്ബർ എന്നാണ്, ചിലതിൽ എന്താ ഉള്ളത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഇന്നഹ സുനൻ, ഇത് ചില ചര്യകളാണ്, പണ്ട് ചില ആളുകൾ ചെയ്തതാണ്. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഫഗലുള, അപ്പോൾ ഗലുള എന്ന് പറഞ്ഞ കടുപ്പമുള്ളതായി, അൽ അംറു കാര്യം, ബിഹാദിഹി സലാത്ത്, ഈ മൂന്നെണ്ണം കൊണ്ട്. ഏതാ മൂന്നെണ്ണം? എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞെന്താ? അല്ലാഹു അക്ബർ. ഒന്ന്, അതെന്താ? അജബ് പ്രകടിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്, ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ്. രണ്ടെണ്ണം എന്താ? രണ്ട് താക്കീതുകളാണ്, രണ്ടെണ്ണം താക്കീതാണ്. ഒന്ന് നബിയുടെ അജബ് പ്രകടിപ്പിച്ചത്. രണ്ടെണ്ണം ഏതൊക്കെ? ബാക്കി രണ്ടെണ്ണം ഇന്ന ഹസുനൻ, ഇത് കഴിഞ്ഞുപോയവരുടെ ചര്യയാണ്. മൂന്നാമത്തേത് ഏതാ? നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ കാര്യം വളരെ കടുത്തതായി. ഇതുപോലെ ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത ഹദീസ് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അതുപോലെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്, ജുന്ദുബ് ഇബ്ൻ അബ്ദുല്ലാഹ് അൽ ബജലി, ജുന്ദുബ് ഇബ്ൻ അബ്ദുല്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ്. അതിൽ അവിടുന്ന് പറയുന്നത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത്, വഫാത്തിന് മുമ്പ് 5 കാര്യങ്ങൾ പഠിച്ചു വെച്ചു. അതിലൊന്നായി ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്. ഇതുപോലെ 3 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 രീതിയിൽ അതിനെ എതിരായി പറഞ്ഞ് നമുക്ക് കാണാം. അലാ ഇന്ന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ കാനൂ യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ, അവരുടെ നബിമാരുടെയും സാലിഹുകളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കിയിട്ടുണ്ട്. ഒന്ന്, അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, ഇതാ നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്. നബിയുടെ വിലക്കിന്ന് മാത്രമല്ല, റസൂൽ വീണ്ടും പറയണം, ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളോട് അത് വിലക്കുന്നു. വീണ്ടും മുമ്പുള്ളവരെ അവരുടെ പ്രവൃത്തിയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദമ്മ് ചെയ്ത് ആക്ഷേപിച്ചു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോടത് വിലക്കുന്നു എന്നും പറഞ്ഞു. ഇങ്ങനെ അതിന്റെ പ്രത്യേകത എന്താണ്? ആ കൽപ്പനയുടെ പ്രത്യേകത, അതിൽ നസ്ഖില്ല. ഇനി പുതുതായി ആ നിയമം മാറ്റിയിട്ടൊരു നിയമമില്ല. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ അവസാന കാലത്തെ വാക്കാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനം പറഞ്ഞ വാക്കാണ്, അവസാനം പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതിന് നസ്ഖില്ല. അത്രയും ഗൗരവമുള്ള സംഗതിയാണ്. എന്നിട്ട് നോക്ക് മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥിതി എന്താണ്. മുസ്ലിം ഉമ്മത്തിൽ ഇതിനൊക്കെ മിണ്ടാതെ പോകുന്ന, ഈ അറിയുന്ന എത്ര ആളുകളുണ്ട്. മിണ്ടാതിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് അവർ കാണുന്നു, ഇതിന്റെ നടുവിൽ അവർ ജീവിക്കുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് പറയാത്ത എത്ര എത്ര, തങ്ങളുടെ ഹക്ക്, തങ്ങൾക്കുള്ള ബാധ്യത നടപ്പിലാക്കാത്ത എത്ര എത്ര ആളുകൾ. അഊദുബില്ലാ, അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു. ഒന്ന്, നബി അജബ് പ്രകടിപ്പിച്ചു. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തു. അസ്സാമിന, 8ാമത്തേത് അൽ അംറുൽ കബീർ. അൽ അംറുൽ കബീർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. 8ാമത്തേത് ഇനി പറയുന്നത് വലിയ കാര്യം. വഹുവൽ മഖ്സൂദ്, അത് തന്നെയാണ് ഉദ്ദേശവും. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഉദ്ദേശവും അതാണ്. അന്നഹു അഖ്ബർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിച്ചു, അന്ന തലബതഹും, അവരുടെ ആവശ്യം, അവർ ആവശ്യപ്പെട്ടത് കതലബതി ബനി ഇസ്രായീൽ, ബനു ഇസ്രായീൽ ആവശ്യപ്പെട്ടതുപോലെയാണ്. ലമ്മ ഖാലു ലി മൂസ ഇജ്അൽ ലനാ ഇലാഹ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബനു ഇസ്രായീൽ ആവശ്യപ്പെട്ടത് ഇജ്അൽ ലനാ ഇലാഹ, ഞങ്ങൾക്ക് ഇലാഹിനെ ഏർപ്പെടുത്തി തരൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെതിരാണ് അതും ഇതും. ബനു ഇസ്രായീൽ മൂസാ നബിയോട് ആവശ്യപ്പെട്ടതും നിങ്ങൾ ഇതാ എന്നോട് ആവശ്യപ്പെട്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെതിരാണ്. കാരണം അവർ പറയുന്നത് എന്താ? ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്കൊരു ഇലാഹിനെ ഏർപ്പെടുത്തിത്ത, കമാ ലഹും ആലിഹ, അവർക്ക് ആലിഹത്തുള്ളതുപോലെ. അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് ഏറ്റവും ഹഖായ വാക്ക്. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഫ്ദൽ മാ ഖുൽത്, ഞാൻ പറഞ്ഞതിൽ ഏറ്റവും അഫ്ദലായ വാക്ക്. അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്ക് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഇബാദത്തിന് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല. വഹ്ദഹു ലാ ശരീക ലഹു, തഅക്കീദുൻ ബഅദ തഅക്കീദ്, ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷം അതാ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. തഅക്കീദുൻ ബഅദ തഅക്കീദ്. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, വീണ്ടും വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാകുന്നു എല്ലാ മുൽക്കും, എല്ലാത്തിന്റെയും അധിപതി അവനാണ്. വലഹുൽ ഹംദ്, അവനാണ് എല്ലാ സ്തുതികൾക്കും അർഹനായിട്ടുള്ളവൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ഞാനല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് വഹി നൽകിയിട്ടല്ല. അതിനെതിരാണിത് മൂസാ നബിയോട് ഖൗമ് പറഞ്ഞത്. അതുപോലെയാണിത്. അതാണ് ഏറ്റവും വലിയ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. التاسعة 9 أن نفي هذا من معنى لا إله إلا الله مع دقته وخفائه على أولئك. أن نفي هذا من معنى لا إله إلا الله. إذن دانا إذن نفيان نفي نفا നിഷേധിച്ചു എന്നാണ്. ഇല്ല എന്ന് പറഞ്ഞു. നഫ നിഷേധിച്ചു. മിൻ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥത്തിന് യോജിക്കാത്തതാണിത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കാര്യം? ദർഗയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ കലിമത്തിനോടുള്ള പരിഹാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തിനോടുള്ള പരിഹാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ് ആകാശഭൂമികൾ ഇതുപോലെ നിലനിൽക്കാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ ഇല്ലാത്ത കാലത്ത് ഒരാളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. എന്താ കാരണം? അത്രയും ഫദ്ലുണ്ട് ആ കലിമത്തിന്, അത്രയും ഫദ്ലുണ്ട് ആ കലിമത്തിന്. അങ്ങനെ പറയുന്ന ഒരാളും ഇല്ലാതെയായാൽ, ശിർക്ക് കൊടികുത്തി വേണാലാണ്,
അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യാതെ അള്ളാഹു അല്ലാത്തവരെ നമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ആരാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള ഒരു മലക്കാകട്ടെ, അള്ളാഹു അയച്ച ഒരു റസൂലാകട്ടെ, പിന്നല്ലേ ബാക്കിയുള്ള ആളുകൾ. അള്ളാഹു അവന് ഏറ്റവും അടുപ്പമുള്ള ജിബ്രീലിനെ ഒരുത്തൻ ഇബാദത്ത് ചെയ്താൽ അവൻ ഖാലിദുൻ ഫിന്നാർ ലാ യഖ്റുജു മിൻഹാ, നരകത്തിൽ ശാശ്വതവാസിയാണ്, ഒരിക്കലും അവന് സ്വർഗം കിട്ടുകയില്ല, സ്വർഗം അവന് ഹറാമാണ്. അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത മലക്കായ ജിബ്രീലിനെ ഒരാൾ ഇബാദത്ത് ചെയ്താൽ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അവന്റെ റസൂൽ അഫ്ദലുൽ ബശർ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുത്തൻ ഇബാദത്ത് ചെയ്താൽ അവൻ ഫിന്നാരി ഖാലിദൻ ഫീഹാ, നരകത്തിൽ ശാശ്വതവാസിയാണ്, അവന് സ്വർഗം ഹറാമാണ്. പിന്നല്ലേ ബാക്കിയുള്ള ആളുകൾ ഇബാദത്ത് ചെയ്താൽ, ബാക്കിയുള്ള നബിമാരെയോ ബാക്കിയുള്ള ഔലിയാക്കളെയോ കല്ലിനെയോ മരത്തിനെയോ ശൈത്താനെ നേരിട്ടോ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ? ഇതൊക്കെ അള്ളാഹിന് ഏറ്റവും പ്രിയപ്പെട്ട പടപ്പുകളാണ്. പിന്നെ അങ്ങനെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള പടപ്പ് ശൈത്താൻ, അവനെ പൂജിക്കുന്ന ആളുകളില്ലേ? ആ പേരിൽ തന്നെ പൂജിക്കുന്ന ആളുകളില്ലേ? കുട്ടിച്ചാത്തൻ. എന്താണ് കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ? കുട്ടി ശൈത്താനാണ്, നേരെ ശൈത്താന ഇബാദത്ത് ചെയ്യുന്ന ആളുകളില്ലേ? നോക്കൂ നിങ്ങൾ, അള്ളാഹ് എത്ര വെറുപ്പുള്ള സംഗതിയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസ വയദ്ഊന ഇല്ലാ ശൈത്താനം മരീദ. അവർ ഇബാദത്ത് ചെയ്യുന്നത് ചില സ്ത്രീകളെയാണ്, ചില പെൺരൂപങ്ങളെ ഇബാദത്ത് ചെയ്യുന്നു. വയദ്ഊന ഇല്ലാ ശൈത്താനം മരീദ, മരീദായ അള്ളാഹുവിനോട് ഏറ്റവും ധിക്കാരം പ്രവർത്തിക്കുന്ന ശൈത്താനെ അല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്ഥിതി എന്തായിരിക്കും? അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല ഒരു നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ഒരു മലക്കിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ. പിന്നല്ലേ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ഇങ്ങനെയുള്ള പടപ്പുകളെ വിളിച്ച് ദുആ ചെയ്താൽ നഊദു ബില്ലാഹ്, അള്ളാഹു തൗഹീദിലായിക്കൊണ്ട് നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. അപ്പോ തൗഹീദാണ് ഏറ്റവും വിലയുള്ള കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയത്തോട് എതിരിടുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് അതിനെതിരായത് പ്രവൃത്തി ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് അർത്ഥം അറിയാതാണ് പറഞ്ഞിട്ടുള്ളത്. വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, അതിന് ചില നിബന്ധനകളുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിർക്കാൻ ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, അപ്പൊ മുസ്ലിം ആവൂ? ഇല്ലല്ലോ. എങ്ങനെയെങ്കിലും പറഞ്ഞാൽ മതിയോ? ഇല്ല, അതറിഞ്ഞു പറയണം. ഇൽമുൻ യഖീനുൻ وإخلاص وصدقك مع محبة وانقياد والقبول لها وزيد ثامنها الكفران منك بما سوى الإله من الأوثان قد ألها. لا إله إلا الله എന്നതിന്റെ ഷർത്തുകൾ എണ്ണി പറഞ്ഞ ഒരു കവിതയാണ്. ഇൽമുൻ യഖീനുൻ വഇഖ്ലാസുൻ വസിദ്ഖുക മഅ മഹബ്ബത്തിൻ വൻഖിയാദിൻ വൽഖബൂലി ലഹാ. നീ അറിഞ്ഞു പറയണം, നീ അറിയാതെ പറഞ്ഞതായിരിക്കാൻ പാടില്ല. അതുപോലെ ഉറച്ച വിശ്വാസത്തോടെ പറയണം, ഇഖ്ലാസോടെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം പറയണം. അതുപോലെ സത്യസന്ധമായിരിക്കണം, അതിനെ ഇഷ്ടപ്പെട്ടു പറഞ്ഞതായിരിക്കണം, അത് നീ നടപ്പിലാക്കണം, അത് സ്വീകരിക്കണം. അതുപോലെ മറ്റൊന്നും കൂടി എണ്ണി പറഞ്ഞു, വസീദ സാമിനുഹൽ കുഫ്റാനു മിൻക ബിമാ സിവൽ ഇലാഹി മിനൽ ഔസാനി ഖദ് ഉല്ലിഹാ. അള്ളാഹ്ക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാത്തിനെയും നീ നിഷേധിക്കണം, എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയുള്ളൂ. ഫമൻ യക്ഫുർ ബിത്താഗൂതി ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها. ആരാണോ താഗൂത്തുകളെ നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തത്, അവൻ ബലമുള്ള ഒരു കയറിലാണ് പിടിച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ഇബാദത്തിന് അർഹനായ റബ്ബല്ലാതെ മറ്റാരുമില്ല. ഷേഖ് പറയുന്നു, ഒമ്പതാമത്തത് അന്നനഫിയ ഹാദാ, ഈ നിഷേധം, ഈ നിഷേധിച്ചു പറഞ്ഞത് മിൻ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽപ്പെട്ട. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയമാണ് ഇതുപോലുള്ള ദാത്തു അൻവാത്താകട്ടെ ഏത് ഇലാഹാകട്ടെ അതിനെ നിഷേധിക്കുക എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. അന്നനഫിയ ഹാദാ മിൻ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദാത്തു അൻവാത്താകട്ടെ ഇലാഹുകളാകട്ടെ അതിനൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ഈ സംസാരം ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയത്തിൽപ്പെട്ടതാണ്. ആശയമാണ് ശരിയാകേണ്ടത്, മറിച്ച് വെറും ലഫ്ളല്ല. മഅദിഖതിഹി വഖഫാഇഹി അലാ ഉലൈക, എങ്ങനെ ആയിരിക്കെ? മഅദിഖതിഹി, ഈ കാര്യം വളരെ ദഖീഖാണ്, ഈ കാര്യം അവർക്ക് മനസ്സിലായില്ല. വഖഫാഇഹി, ഖഫാ എന്ന അവ്യക്തമാവുക,
ഇത് വളരെ സൂക്ഷ്മമായ അവ്യക്തമായ കാര്യമായിരുന്നു ഈ ചോദിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലാത്തോണ്ടല്ലോ ചോദിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദഖീഖായ ഖഫായിലുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെതിരാകുന്ന കാര്യമാണിത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൂസാ നബിയോട് ഖൗമ് പറഞ്ഞതുപോലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാത്ത ഖൗമ് പറഞ്ഞതുപോലെ എന്ന് തന്നെ അവരോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അസ്ലാണത്. അത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഈ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവൻ പറയുന്ന വാക്കല്ല, അതിനെതിരായ വാക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർക്കത് മനസ്സിലാകാതിരുന്നിട്ടും ആ കാര്യം അവർക്ക് തിരിയാതിരുന്നിട്ടും അവർക്കത് മൂടിയതായിരിക്കും ശരി, അത് ശിർക്കാണെന്ന് മനസ്സിലായിട്ട് അവർക്ക് മനസ്സിലാകാനിട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവർ പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെതിരാണിത് എന്നത് അവർക്ക് തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായ പ്രവൃത്തിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ ചെയ്യേണ്ട പണിയല്ലത്, അതിനെതിരാകുന്ന കാര്യമാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ ഒരുപാട് പാഠങ്ങൾ. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ലേ? ഒരു മുസ്ലിയാർ കുറച്ചു മുമ്പ് പ്രസംഗിക്കുന്നത് കുറച്ചു ഭാഗം ഇങ്ങനെ ഒരാളുടെ ഫോണിൽ കേട്ടതാണ്. എന്താണ്? അയാള് നീട്ടി 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 ഇങ്ങനെ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകളെ ശിർക്കിന്റെ ആളുകളാണെന്ന് പറയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നു. മൂപ്പരെ പറ്റി പൊതുവായ ചില മുസ്ലിങ്ങൾക്കൊരു ധാരണ ഉണ്ട്. എന്താണത്? അയാൾ കുറച്ച് തൗഹീദൊക്കെ ഉള്ള ആളാണ്, അതുപോലെ ശിർക്കിനൊക്കെ എതിരായ ആളാണ്, ഗൾഫിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരാൾ. എന്നാലോ നോക്കിങ്ങള് പണ്ടേ ഉലമാക്കൾ പറയാറുണ്ട്, എന്താണ്? ചില ആളുകളുടെ ബിദഅത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഉൽഫത്ത് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കൂല. ഉൽഫത്ത് എന്താണ്? കൂട്ടുകെട്ട് നോക്കിയാൽ മനസ്സിലാവും എവിടത്തേക്കാണ് ആളെന്നുള്ളത്. കാരണം പങ്കെടുക്കുന്നത് മുഴുവൻ ഈ ഇസ്തിഗാസയും അതുപോലെ ഖബറാളികളോടുള്ള എല്ലാവിധ ശിർക്കൻ പ്രവർത്തനങ്ങളൊക്കെ ദീനായി കൊണ്ടു നടക്കുന്ന, അത് അടിസ്ഥാനമായി പ്രഖ്യാപിച്ച പാർട്ടിയുടെ ആളായിട്ടാണ് അയാൾ എല്ലായിടത്തും പ്രസംഗിക്കുന്നത്. ഉറൂസുകളോട് അനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനങ്ങൾ, എന്നിട്ട് അതിൽ പ്രസംഗിക്കുന്ന ആളാണ്. എന്നിട്ട് ഇവന്റെ വാക്ചാതുരി, ഇവന്റെ സൗണ്ടിന്റെ ഭംഗിയൊക്കെ കേട്ടിട്ട് ആളുകൾ വിചാരിക്കാനുണ്ട് അത് എത്ര കുറച്ചൊരു മയുള്ള ആളാന്ന് തോന്നുന്നു. ഇയാളാണ് പ്രസംഗിക്കുന്നത് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവർക്കെതിരെ ശിർക്ക് ആരോപിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെയുള്ള തനി കൊടിയ ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ ഒരു വാക്കുമുണ്ടാത്ത ആള് അതിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെയാണ് നാവ് പൊങ്ങുന്നത്. കാരണം എന്താ? എന്നാൽ അവിടെ സീറ്റ് ഉറക്കുള്ളൂ. അവിടെ സീറ്റ് ഉറപ്പിക്കണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉള്ള ആളുകൾ അവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരുടെയും നമുക്ക് ബിദഅത്ത് മനസ്സിലായില്ലെങ്കിൽ ഉൽഫത്ത് പെട്ടെന്ന് മനസ്സിലാവും. തോളിൽ കൈയിട്ട് ആരുടെ കൂടെയാണ് നടക്കുന്നത് അത് നമുക്ക് കാണാതിരിക്കൂല. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. കാരണം ഇസ്തിഗാസയെ ന്യായീകരിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ ന്യായീകരിക്കുന്ന, അതുപോലെ എത്രയോ ദർഗകൾ നടത്തുന്ന, ആ ദർഗയിലെ ശിർക്കിന്റെ വരുമാനം കൊണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ കൂടെയാണ് നടക്കുന്നത്. അവരെ വേദികളിലാണ് പ്രസംഗിക്കുന്നത്. ഉറൂസിന്റെ വേദികൾ പ്രസംഗിക്കുക. അങ്ങനെയുള്ള ആളെങ്ങനെ തൗഹീദിന്റെ ആളാവും? ഒരിക്കലും ആവൂല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക. അവരുടെ ഉൽഫത്ത് മനസ്സിലാവും. ബിദഅത്ത് മനസ്സിലായില്ലെങ്കിലും ഉൽഫത്ത് മനസ്സിലാവും. അത് പല കാര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഖാഇദയാണ്, ഒരു നിയമമാണ്. അവന്റെ തനി നിറങ്ങൾക്ക് പെട്ടെന്ന് അവന്റെ ബിദഅത്ത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും കൂട്ടിട്ട് നോക്കിയാൽ മനസ്സിലാവും ആരുകൂടെയാണ് എന്നത്. അപ്പൊ നോക്കുക, അൽ-ആശറ 10 അന്നഹു ഹലഫ അലൽ ഫുതിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലഫ സത്യം ചെയ്തു, അലൽ ഫുതിയ. ഫുതിയ എന്ന് പറഞ്ഞാൽ ഫത്വ എന്ന വാക്കിന്റെ ജമാഅ ഫുതിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിധി, മതവിധി പറയുമ്പോൾ റസൂലുള്ളാഹി സത്യം ചെയ്തിട്ടാണ് പറഞ്ഞത്. വഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ലാ യഹ്ലിഫു സത്യം ചെയ്യുകയില്ല ഇല്ലാ ലിമസ്ലഹത്തിൻ ആവശ്യമുള്ള ഒരു കാര്യത്തിനല്ലാതെ, അവിടെ ഖൈറുണ്ടാക്കുന്ന ഒരു കാര്യത്തിനല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യുകയില്ല. എന്താ ഇവിടെ സത്യം ചെയ്ത വാക്ക്? ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെ പറയണമെന്നില്ല സത്യം ചെയ്യാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം ചെയ്തു പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതിനങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അൽ-ഹാദിയ അശറ 11 അന്ന ശിർക ഫീഹി അക്ബർ വഅസ്ഗർ. ശിർക്കിൽ എന്തുണ്ട്? അക്ബറുണ്ട്, അസ്ഗറുണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്തതുണ്ട്. ഇത് മുമ്പേ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ശിർക്കുൻ അക്ബറും അസ്ഗറും.
ഷിർക്കുൻ അക്ബറിന് ഉദാഹരണമാണ് അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടുക. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുക. അവൻ ഇസ്ലാമിൽ തന്നെ മില്ലത്തിൽ തന്നെ പുറത്തായി പോകുന്ന ഷിർക്കാണത്. അതുപോലെ അസ്ഗറായ ഷിർക്കുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യൽ. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കല്ലത്, മറിച്ച് ചെറിയ ഷിർക്കാണ്. അങ്ങനെ തെളിയിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഉറുക്ക് ഏലസ് കെട്ടുക. ഇത് അസലിൽ എന്താണ്? വലിയ ഷിർക്കാണോ ചെറിയ ഷിർക്കാണോ? ചെറിയ ഷിർക്കാണ്. ഷിർക്കുൻ അസ്ഗർ അസലിൽ ചെറിയ ഷിർക്കാണ്. അതേസമയം അത് തന്നെയാണ് അവന് ഉപകാരോപദ്രവങ്ങൾ വരുത്തുന്നത്, ഉപകാരം വരുത്തുന്നത്, ഉപദ്രവം തടുക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ അത് മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാൻ. എന്നാൽ അള്ളാഹു ഇതൊരു കാരണം മാത്രമാക്കിയിരിക്കുന്നു എന്ന് വിശ്വസിച്ചിട്ടാണ് കിട്ടിയതെങ്കിൽ ഉറുക്ക് ഏലസൊക്കെ ഷിർക്കുൻ അസ്ഗറിലാണ് പെടുക. അതുപോലെ ഷിർക്കുൻ അസ്ഗറിൽ പെടുന്നതാണ് റിയ. ഒരാൾ നിസ്കരിക്കുന്നു, ആൾ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക എന്നത് ഷിർക്കുൻ അസ്ഗറിലാണ് പെടുക. ഷിർക്കുൻ അക്ബറും അസ്ഗറും തമ്മിലുള്ള വ്യത്യാസം, ഷിർക്കുൻ അക്ബർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. മുസ്ലിമിനോടുള്ള ഒരു ഇടപാടും ഒരു കടമയും ഒരു ബാധ്യതയും ഒരു അവകാശവും അവന് പിന്നില്ല. എന്നാൽ അസ്ഗർ ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ അമലും പൊളിഞ്ഞു പോകില്ല, ആ അമൽ പൊളിഞ്ഞു പോകും, ആ അമൽ പൊളിഞ്ഞു പോകും. അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല ഷിർക്ക് എന്ന് ഖുർആനിൽ ആയത്ത് വന്നിട്ടുണ്ട്. ഇതിൽ ചെറിയ ഷിർക്കും ഇതിൽ ചെറിയ ഷിർക്കും വലിയ ഷിർക്കും പെടുമെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ചെറിയ ഷിർക്കായാലും അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. അതിന് തൗബ ചെയ്ത് അള്ളാഹ് പുറത്തു തന്നെങ്കിലല്ലാതെ. തൗബ ചെയ്യുന്ന അള്ളാഹ് പുറത്തു തന്നാൽ അവനത് പൊറുക്കപ്പെട്ടു. പക്ഷെ തൗബ ചെയ്യാതെയാണ് ഒരുത്തൻ ചെറിയ ഷിർക്കിലായി മരിച്ചതെങ്കിൽ അവൻ അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്. അള്ളാഹ് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ ആയത്തിൽ രണ്ടിനെയും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലുള്ള ആളുകൾ പെടുത്തിയിട്ടുണ്ട്. പൊറുക്കയില്ല എന്ന് പറഞ്ഞാൽ ശിക്ഷ അനുഭവിക്കും. അക്ബർ ചെയ്താലോ പൊറുക്കയില്ല എന്ന് മാത്രമല്ല, അതിന്റെ ശിക്ഷ എന്താണ്? നരകത്തിൽ ഖുലൂദാണ്, നരകത്തിൽ കാലാകാലം കിടക്കുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച പറയാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.